പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന ഒരു രംഗമുണ്ട്. സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയാനാണ്. വളരെ മഹത്തായ ഒരു വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ മെത്രാന്മാർക്കും ഡീക്കന്മാർക്കും എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർ ലേഖനം. ഫിലിപ്പിയിലെ മെത്രാന്മാർക്കും ഡീക്കന്മാർക്കും അതോടൊപ്പം ഫിലിപ്പിയിലെ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. വിശുദ്ധ പൗലോസ് ആരായിരുന്നു? പൗലോസിൻ്റെ ഒരു മുൻകാല ജീവിതം എന്തായിരുന്നുവെന്ന് ഇന്ന് എല്ലാവർക്കും തന്നെയും അറിയാം. കാരണം യഹൂദന്മാരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ഇരട്ട പൗരത്വമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയൊരു പണ്ഡിതനായ ചെറുപ്പക്കാരൻ. അതായത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന 2000 വർഷങ്ങൾക്ക് അപ്പുറം അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഗമാലിയേലിൻ്റെ അരുമശിഷ്യൻ, പ്രത്യേകിച്ചും ഒരു കോടീശ്വരൻ്റെ മകനാണെന്നും കൂടി പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. ഞാനൊരിക്കൽ ഒരു ലേഖനം വായിക്കുവാനായിട്ടിടയായപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: പൗലോസിൻ്റെ അപ്പന്, സാവൂളിൻ്റെ അപ്പന് 2 ഷിപ്പിംഗ് കമ്പനി ഉണ്ടായിരുന്നുവെന്നും ആ 2 ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നുമായിരുന്നു ആ കാലഘട്ടത്തിൽ കപ്പലുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ കപ്പൽ നിർമ്മാണ പരിപാടി ഈ പറയപ്പെട്ട പൗലോസിൻ്റെ അപ്പനുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആൾ നിസ്സാരക്കാരനല്ല, കോടീശ്വരനായിരുന്നു, സമ്പന്നനായിരുന്നു. അതിനേക്കാൾ ഉപരി പുള്ളി പാണ്ഡിത്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരട്ട പൗരത്വമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇവിടെ തന്നെ ഇരട്ട പൗരത്വമുള്ളവർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇരട്ട പൗരത്വമുണ്ടായിരുന്ന പണ്ഡിതനായ സമ്പന്നൻ്റെ മകനായ പൗലോസ്ലീഹ പറയുകയാണ്, സർവവും നഷ്ടപ്പെടുത്തുകയും. സർവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലാഭമായിരുന്നതല്ല, തനിക്ക് സ്വന്തമായി ഉയർത്തിക്കൊണ്ട് നടക്കാനായിട്ട് അതിന് തൊട്ട് മുമ്പ് എനിക്ക് ലാഭമായിരുന്നതല്ല, യേശു ക്രിസ്തുവിനെ പ്രതി സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് വചനത്തിൽ എഴുതി. യേശു ക്രിസ്തുവിനെ പ്രതി എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഞാൻ യേശുവിൻ്റെ ഒരു ദാസനായി മാറിയതിൻ്റെ പേരിൽ, അതല്ല എങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ഒരു അടിമയായി മാറിയതിൻ്റെ പേരിൽ. ദാസനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയ സഹോദരങ്ങളെ? യജമാനൻ പറയുന്നത് പോലെ അനുസരിക്കേണ്ടത് ദാസൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം യജമാനൻ ദൈവം തന്നെയാകുന്ന യജമാനൻ, ആ യജമാനൻ്റെ ഒരു ദാസൻ ഒരു അടിമയായി മാറ്റപ്പെടുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞ അടിമ എന്ന് പറഞ്ഞാൽ യജമാനൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നു. അത് അടിമകളാണ് അങ്ങനെ അനുസരിക്കുന്നത്. ഈ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തികളും അനുസരിക്കത്തില്ല. അനുസരിച്ച് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ടവർ പോലും അനുസരിക്കത്തില്ല, അവർ പ്രതികരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ് ആദ്യം സാവൂളായിരുന്നു. ആ സാവൂള് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി പുറപ്പെട്ട സാവൂള്. അവർ കൊന്നൊടുക്കാൻ ഇറങ്ങിപ്പെട്ടതിൻ്റെ പിന്നിൽ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. യഹൂദന്മാരൊക്കെ മാമോദിസ സ്വീകരിച്ച് യഹൂദ മതത്തിൽ നിന്നും മറ്റ് പുതിയൊരു മതത്തിലേക്ക് മാറുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വികാരം, ആ മതത്തോടുള്ള ആ അമിതമായ ആഗ്രഹം, എൻ്റെ മതത്തിൽപ്പെട്ടവർ പുറത്തേക്ക് പോകുന്നു, പോകാൻ പാടില്ല, കൊണ്ടുപോകുന്നവനെ ഞാൻ കൊന്നൊടുക്കുമെന്നുള്ള മനോഭാവത്തോടു കൂടി
ആ മതത്തോടുള്ള മതഭ്രാന്ത് കൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു സാവൂള് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവത്തിൻ്റെ ദാസനായി മാറിയപ്പോൾ, ദൈവത്തിൻ്റെ ഒരു അടിമയായി സ്വയം മാറ്റപ്പെട്ട നിമിഷം പറയുകയാണ്, യേശുക്രിസ്തുവിനെ പ്രതി സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഉച്ഛിഷ്ടം, സംഗതി ഉച്ഛിഷ്ടമായിട്ട് മലമൂത്ര വിസർജനം, തുപ്പലൊക്കെ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുന്നു. അതിന് പോലും വില അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ലാഭമായിരുന്ന സമ്പത്ത്, സൗഭാഗ്യം, സ്ഥാനമാനം, അംഗീകാരം ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ദാസനായി മാറുന്നു. എന്നിട്ട് പറയും, ഇത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നേടണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നേടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പലതും നമ്മൾ മാറ്റിക്കളയേണ്ടിയിരിക്കുന്നു. നമുക്ക് ലാഭമായിരിക്കുന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലാഭമായിരിക്കുന്ന പലതിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ലേഖനത്തിൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയാനാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, പവർ, അത് പൗലോസ് അറിഞ്ഞിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള പൗലോസുമാർ അത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ പറയപ്പെട്ട ഫിലിപ്പിയർ 3:10 പറയുകയാണ്, യേശുക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അവർ ഇന്ന് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായി മാറ്റപ്പെട്ടാൽ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറ്റപ്പെടും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ദാസനും ദാസിയുമായി മാറണമല്ലോ. ഇന്ന് ലോകത്തിലുള്ള പല വ്യക്തികളുടെയും ദാസന്മാരും ദാസിമാരുമായി മാറ്റപ്പെടുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ ദാസനും ദാസിയുമായി മാറുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.